അപ്പൊ രാജ്, നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ടീമിൽ നിന്ന് തന്നെയുള്ള മിസ്ബിഹേവിയേഴ്സ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വസ്ത്രത്തിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ഇതൊക്കെ കോമൺ എറേഴ്സുകൾ നമ്മൾ തിരുത്താതെ പോവുകയും അവരോട് പറയാൻ ചിലപ്പോൾ നമ്മൾ മടിക്കും, ടീമിലുള്ള ആളുകളോട് പറയാൻ നമ്മൾ മടിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ലോസുകൾ, കസ്റ്റമർ ലോസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് മിസ്റ്റേക്സുകൾ, ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പറയാനുണ്ട്. നെക്സ്റ്റ് ഒരു വിഷയത്തിലേക്ക് നമുക്ക് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. പലപ്പോഴും നമ്മളിത് വിട്ടുകൊടുത്ത് പോകുമ്പോൾ അവിടെ പ്രോബ്ലം നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവിടെ പ്രോബ്ലം ഇല്ല എന്നുള്ളതല്ല. നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ അവിടെ പ്രോബ്ലം ഇല്ല എന്ന അർത്ഥമില്ല. സോ അവിടെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അറിയുവാനും അതിനുള്ളൊരു പരിഹാരവും നമ്മൾ ഒരുമിച്ച് ഇതർ ടീമോ അല്ലെങ്കിൽ നമ്മളോ ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന് വരുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ ഒരു കംപ്ലയിൻറ്റ് ബോക്സ് എന്നുള്ള പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പുസ്തകം, ഒരു കംപ്ലയിൻറ്റ് ഡയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്ന, നമ്മൾ അത്തരത്തിലൊരു ഡയറി ഓഫീസിൽ വെക്കണം എന്ന് പറയുന്നത്. ഈ ഡയറിയുടെ പ്രത്യേകത, ഒരു പ്രോബ്ലം അതിലോട്ട് കയറി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രോബ്ലം ആവർത്തിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ പ്രോബ്ലം വരുന്ന സമയത്ത് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവിടെ റിട്ടൺ ആണ്. ഇതാണ് നമ്മളുടെ ബൈബിൾ. ഇതിങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഈ പ്രോബ്ലം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഓണേഴ്സ് അറിയുന്നില്ല. അറിയാതിരിക്കാനുള്ള ഒരു കാരണം എന്തുവാ? നമ്മളതിനുള്ള അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. സോ ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് ഡയറി നമ്മൾ എഴുതി വെക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് വെക്കാതിരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതെ, അത് നമ്മൾ വേർബലി ഒരു പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. അത് കേൾക്കുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ എത്തുന്നുള്ളൂ. മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ടീം മെമ്പേഴ്സ്. ആ പുതിയ ആളുകൾ വരുമ്പോഴും അവരിലോട്ട് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഡയറി ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. അതിനുള്ള റെസൊല്യൂഷനും അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോഴാണ് നമ്മൾ പുതിയത് വരുന്ന ആളുകളും ഈ പ്രോബ്ലം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതോടുകൂടി എല്ലാവർക്കും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് ആയിട്ട് മാറുന്നത്. അതെ, എക്സാക്ട്ലി. അപ്പോൾ അത്തരത്തിലൊരു ബിസിനസ്സിൽ നമ്മൾ കരുതുന്ന പോലെയല്ല. ഇത്തരം കംപ്ലയിൻസിനെ അഡ്രസ്സ് ചെയ്യാൻ ഓണർ ഇല്ലാതാകുക എന്നുള്ളത് തന്നെയാണ് ഒരു കമ്പനി ഇങ്ങനെ താളം തെറ്റുന്നതും മെല്ലെ അത് താളം തെറ്റി ഇല്ലാതാവാനുള്ള കാരണം. കാരണം ഇവിടെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമ്മളെല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കും ഇടപെടേണ്ടതില്ല, നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ, ഓപ്പറേഷൻ കാര്യങ്ങളിൽ അടങ്ങാറായി ചെറ്റിത്തിരിയേണ്ടതില്ല എന്ന് പറയുമ്പോഴും ബിസിനസ്സിനെ അതിൻ്റെ ഒരു താളത്തിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഓണറിനുണ്ട്. അവിടെ ഹനീഫിക്ക, നിങ്ങളത് അറിയേണ്ടതില്ല എന്ന് അവർ പറയുമ്പോൾ അതും നമ്മൾ കുറച്ച് ഇൻഡെപ്ത് ആയിട്ടൊന്ന് മനസ്സിലാക്കണം. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തിയറീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് കഴുതയെ പോലെ പണിയെടുക്കണം എന്നാ പറയാ. എടുക്കണം എന്നാണ് പറയുന്നത്. തിയറീസ് പറയുന്ന പോലെ നമ്മൾ എല്ലാത്തിനും മാറി നിന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ളതല്ല. ഞാൻ പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുക തന്നെ വേണം. ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് അലൈൻ ചെയ്യാനുള്ള, നമ്മളും ആ പെയിൻ പോയിന്റ്സിലൂടെ പോകുന്നു. എന്തൊക്കെയാണ് നമ്മളുടെ ഷോപ്സിലെ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയുകയും ഇത് മറ്റുള്ളവരിലോട്ട് നമ്മൾ പതുക്കെ നമ്മളുടെ ടീമിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായി ഒരു വളർന്നു വരുന്ന സ്ഥാപനം ചെയ്യുന്നത് ആ ഗ്രോത്ത് സ്റ്റേജിൽ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റാണ് ശരിക്കും ആ ഷോപ്പിൽ വേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ വേണ്ടത്. അത് മാറി അവിടെയുള്ള എംപ്ലോയീസ് എന്താണോ അവരുടെ മൈൻഡ് സെറ്റിലോട്ട് ഷോപ്പ് മാറും. ഇമാജിൻ, നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ ഷോപ്പ് നമ്മളുടെ കുഞ്ഞാണ്. നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന സെർവന്റ്, കെയർടേക്കർ, അവര് റൂഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ, നമ്മളില്ലാത്ത സമയത്ത് ഈ കുഞ്ഞിനെ നോക്കുന്നവരാ, ആ കുഞ്ഞ് എന്തായിരിക്കും ഭാവിയിൽ?
ഇത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെ ഇത് തന്നെയല്ലേ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്നത്.